സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റ്. ഇന്നലെ ഏകദേശം ഒരു 9:30-10 മണിയോടുകൂടി രാത്രി. അടിപൊളി. നടി കാരവാനിൽ വന്ന് കെട്ടിപ്പിടിച്ചു. കൊള്ളാം. ഇവൻ കെട്ടിപ്പിടിച്ചു. ബാക്കിൽ കൂടെ പോയായിരിക്കും. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ഈ ന്യൂസ് ബ്രേക്ക് ആവും. പല ചാനലുകളിലും എഴുതി കാണിച്ചത് കണ്ടു. എന്തോ ഭയങ്കര ഞെട്ടലിലാണ് മലയാളികളും സിനിമാ ലോകവും രഞ്ജിത്ത്. അതെ, ഇത് പതിവാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ അറസ്റ്റിനെ കണ്ടത് എന്നാണ്. ആര് ഞെട്ടാൻ? അത്യാവശ്യം വിവരവും ബുദ്ധിയും ബോധവും അരിയാഹാരം കഴിക്കുന്ന മലയാളി. അതെ, അരിയാണെന്ന് കറക്റ്റ് അറിയാം. ഓക്കെ, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ തെണ്ടിത്തനം ഇയാൾ ചെയ്യുമെന്ന് അല്ലേ? ൊക്കെ ഇവന്റെ ഈ ഒരു അറസ്റ്റിൽ ഞെട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ ഇവന്റെ ഒക്കെ തനി കോണം എന്താന്നുള്ളത് മലയാളികൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറൊരു കോമഡി ആയതുകൊണ്ട് 10-16 കേസ് അലിഗേഷൻസ് ഇവനെതിരെ വന്നിട്ടും അതിൽ ഒട്ടും ക്രെഡിബിൾ അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 2 മാത്രമാണ് പുറത്തോട്ട് വന്നത്, അല്ലെങ്കിൽ വരുത്തിയത്. അതെ, പണ്ടത്തെ SFI ഏതോ ആളാണെന്നാണ് കമന്റ് ബോക്സിലെ മിക്കവരും പറയുന്നത്. അതുകൊണ്ടൊന്നും കേസൊന്നും പുറത്തോട്ട് വന്നില്ല എന്നും പറഞ്ഞു വരുന്നുണ്ട്. അന്ന് തന്നെ മനസ്സിലായതാണ് ഇവന്റെ ഒക്കെ ഒരു ശുഷ്കാന്തി. ഈ കാമ കഴിവേറി എന്നോ അകത്തു കൊണ്ടേണ്. സംഗതി ശരിയാണ്. അതെ അതെ, കമന്റ് ബോക്സിൽ അടുത്തൊരുത്തം പറയുന്നു ഇക്കാര്യത്തിൽ ഇവന്റെ ഹെഡ്മാഷ് ആണ് മന്ത്രി ഗണേശൻ എന്നാണ്. ഭൂലോക ഫ്രോഡ് എന്നൊക്കെയാണ് ഒരുത്തൻ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഹാഷി കഴിവുള്ള ഒരു കഴിവേറിയാണ്. അത്യാവശ്യം നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ആ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് സൈഡിൻ്റെ ബെനിഫിറ്റ്സ് ഈ രീതിയിൽ ആളുകളെ മുതലെടുക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഇവർ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ആണുങ്ങൾ എന്നൊന്നും ഇല്ല കേട്ടോ. ഇവൻ എന്തും പോവും. മറ്റതാ ഇലക്ട്രിക്, ഹൈബ്രിഡ്, പെട്രോൾ, ഡീസൽ എന്നുള്ള രീതിക്കാണ് ഇവൻ്റെയൊക്കെ പരിപാടികൾ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ, ഫിലിം വേൾഡിലുള്ള എല്ലാവർക്കും ഇവൻ എന്താണ് ഏതാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഭരിക്കുന്ന പാർട്ടി 10 വർഷമായിട്ട് ഇവന് വേണ്ടപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് തന്നെ അതെ അതെ ഇവന്റെ എതിരെ വരുന്ന കേസുകളും അലിഗേഷൻസിലൊന്നും പ്രത്യേകിച്ചൊരു ശുഷ്കാന്തി പോലീസോ അവരോ കാണിച്ചില്ല. അതെ, ഇപ്പൊ ശുഷ്കാന്തി കാണിക്കാൻ കാരണം ഇലക്ഷനൊക്കെ വന്നില്ലേ എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവരൊക്കെ തിരക്കിലായി പോയി എന്നുള്ളത് കൊണ്ട് കഴിച്ചിലായി. ഇപ്പൊ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഇടപെടാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും യുവനടി ഈ യുവനടി വളരെ കൃത്യമായിട്ട് അവരുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച സ്കില്ലും അതിലാണ് സത്യത്തിൽ ഇവൻ പെട്ടത്. ഇവൻ സിനിമാ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അവനെ പിടിച്ചൊന്നുമല്ല, ഇവൻ രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. പോലീസുകാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയ സമയത്ത് അവനെ പൊക്കിയിട്ടുള്ളത്. ഇനി അതാരും പറയണ്ട, പോലീസുകാർ സിനിമാ ലൊക്കേഷനിൽ പോകുന്ന വഴിക്കാണ് പിടിച്ചെന്നുള്ളത്. ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് ആശാൻ. ഒളിവ് പോയി പിന്നെ മുൻകൂർ ജാമ്യം എടുത്ത് വരാൻ നോക്കുന്ന വഴിക്കാണ് ആൾ പൊക്കിയിട്ടുള്ളത്. ഈ വീഡിയോ പ്ലേ ചെയ്യാതെ എനിക്ക് പറ്റില്ല. ഈ ഒരു കോണ്ടന്റ് സംസാരിക്കാൻ പറ്റില്ല. ഇത് ആദ്യം ഞാൻ ഒന്ന് പ്ലേ ചെയ്യട്ടെ. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറെ പേര് കൂകുന്നു. SFI ആൾക്കാരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ DYFI ആയിരിക്കും. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല, എന്നൊരു വിഷയമല്ല. ഊരിപ്പോയും അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. അയ്യോനെ എന്തൊരു ശുഷ്കാന്തി കണ്ടോ. തുടക്കം എവിടുന്നാന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ്, അങ്ങനെ വരൂ. ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഒരു ബംഗാളി നടി ഇയാൾ എങ്ങനെയാണ് ആ ലേഡിയോട് മിസ്ബിഹേവ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതിൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കര ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനാണെങ്കിലും അതിൻ്റെ ഒരു ഫാക്ടർ ചോദിച്ചിരുന്നു. കാരണം 2009 വർഷത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ അത് ക്രെഡിബിൾ ആണെന്ന് കാണിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് വേണം? പ്രൂഫുകൾ വെക്കണം. മനസ്സിലായി? വെർബലി വന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ അതിന് പ്രൂഫ് വെക്കണം. ഇപ്പം പ്രൂഫ് കിട്ടിയെന്ന് തോന്നുന്നു. അതുമല്ല, രഞ്ജിത്തിന്റെ ഒരു വൈറൽ ഡയലോഗാണ് ഇപ്പം എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. മോഹൻ, നിങ്ങളൊരു കാമ കടുവയാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? ഈ നടികൾ അധിക പേരും കൊടുത്തു വരുന്നവരാണല്ലേ. ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ കേസ് പിന്നെ തള്ളിപ്പോയി. ഇയാൾക്ക് ജാമ്യം കിട്ടി, അങ്ങനെ കേസ് തള്ളിപ്പോയി. അങ്ങനെ എത്ര കേസ് തള്ളിപ്പോയെന്നാണ് കമന്റ് ബോക്സിലെ വിദഗ്ധർ പറയുന്നത്. അതുമല്ല, ഇതൊക്കെ കേട്ടിട്ട് ആര് ഞെട്ടാൻ എന്നാണ് പറയുന്നത്. ഇവിടെ ആൾക്കാർ ഞെട്ടി എന്ന് പറയാൻ, ആര് ഞെട്ടാൻ? ഇതൊക്കെ സ്വാഭാവികം ഇയാൾക്ക് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വന്നത് ഒരു പയ്യനായിരുന്നു. അവനെ താജ് ഹോട്ടലിലേക്ക്, ബാംഗ്ലൂരിലേക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ ലൈറ്റ് വന്നു. പക്ഷെ അതിനും ക്രെഡിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു.
ഓക്കെ, അവനൊരു നടിയുടെ പേര് പറഞ്ഞു, ഇയാളുടെ പേര് പറഞ്ഞു, പിന്നെ നമുക്ക് തന്നെ സംശയിക്കാവുന്ന രീതിയിൽ അതെന്തുവാണ് ഇത് താജ് ഹോട്ടലിൽ CCTV പോലും ഇല്ലാതെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി അറിഞ്ഞത് വെച്ചുമ്പോൾ 10-16 കേസുകൾ അലിഗേഷൻസ് ഈ ഹേമ കമ്മിറ്റി മുമ്പാകെ തന്നെ ഇയാളെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് പൂഴ്ത്തി വെച്ചിട്ട് ഈ ക്രെഡിബിൾ അല്ലാത്ത അല്ലെങ്കിൽ പുറത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് വളരെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സാധനങ്ങൾ മാത്രം കുത്തിപ്പോയിക്കൊണ്ട് വന്നു, ഐറ്റങ്ങൾ മാത്രം മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു പൂഴ്ത്തിവെപ്പ് അങ്ങ് നടന്നിട്ടുണ്ട്. ഇവനെ പോലുള്ള പ്രെഡേറ്ററുകളെ ഇതേപോലെ സഹായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടപടൽ ഏതെങ്കിലും സമയത്ത് മൂഞ്ചുമ്പോൾ സഹായിച്ചവരടക്കം ആ മാനത്ത് നോക്കി നക്ഷത്രം എന്ന അവസ്ഥയ്ക്ക് പോകും. ഇനി ഇവനെതിരെ വന്ന ഇപ്പോഴത്തെ കേസിന്റെ ഇന്നലെ വന്ന ന്യൂസ് ഞാൻ ഇവിടെ ചെയ്യാം. പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ലൊക്കേഷനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവനടിയുടെ പരാതിയിലാണ് നടപടി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുവരും. 2 ദിവസം മുമ്പാണ് എറണാകുളം സിറ്റി പോലീസ് എത്ര കള്ളനായിരുന്നാലും ഒരു നാൾ പിടിക്കപ്പെടും എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നടന്നത്. കമ്മീഷണർക്ക് നേരിട്ട് പരാതി ലഭിച്ചത്. വളരെ നാടകീയമായ രീതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴയിൽ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. ആ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവനടി ആദ്യം സിനിമയിലെ ഈ ലൊക്കേഷനിലെ ICCയിൽ കംപ്ലൈന്റ് നൽകിയിരുന്നു. എന്നാൽ അവിടെ നടപടിയാകാത്തതിനെ തുടർന്ന് DGPക്ക് പരാതി നൽകുകയായിരുന്നു. DGP പരാതി സിറ്റി പോലീസ് എറണാകുളം സിറ്റി പോലീസിനെ കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ടുള്ള കഴമ്പുണ്ട്, ഈ പരാതി കഴമ്പുണ്ട് എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ്, സംസ്ഥാന പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ നിന്നാണ്, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു, അതുപോലെ തന്നെ ഇടത് സഹയാത്രികനാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം ഒരു അവസ്ഥ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ പാളിച്ച പറ്റാൻ പാടില്ല എന്ന വിധത്തിൽ അന്വേഷണങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം രഞ്ജിത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി പരിശോധിക്കുകയായിരുന്നു. എന്നാൽ കോട്ടയത്തെ ലൊക്കേഷൻ വെച്ചാണ് പീഡനം ശ്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഇതിന്റെ ലൊക്കേഷൻ പലതവണ മാറുകയും ചെയ്തിരുന്നു. ഇടുക്കിയിലെ ലൊക്കേഷനിലേക്ക് രഞ്ജിത്ത് എത്തിയ ഘട്ടത്തിൽ കൃത്യമായിട്ട് വിവരം എറണാകുളം സിറ്റി പോലീസ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു. അതായത് ഇത്തരത്തിലൊരു കേസ് ഉണ്ടെന്നും അതിൽ കഴമ്പുണ്ടെന്നും രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള വിവരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയായിരുന്നു ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് എറണാകുളം സിറ്റി പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി തൊടുപുഴ പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായ വിവരവും അതുപോലെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നുള്ള നിർദ്ദേശം തൊടുപുഴ പോലീസിന് ലഭിക്കുകയും വൈകിട്ടോടുകൂടി സിനിമാ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോയി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രാഥമിക നടപടി എന്നോണം അറസ്റ്റ്. അതെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് കുറേ അധികം സെർച്ച് ചെയ്ത് കുറ്റം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് നടപടികളിലോട്ട് പോലീസ് നീങ്ങിയതെന്നാണ് പറഞ്ഞു വരുന്നത്. രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള പ്രഷറും വന്നില്ല, പൊളിറ്റിക്കൽ പ്രഷർ വന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി കേരള പോലീസിന് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇടാൻ പറ്റാത്തൊരു സിനാരിയോ ഉള്ളത് കൊണ്ട് തന്നെ ഇവനെ റെഡ് ഹാൻഡഡ്ലി പൊക്കി. ഇനിയിപ്പോൾ അത് ക്യാരവൻ്റെ അകത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവരെന്തിനു പോയി, അങ്ങനെ പല ചോദ്യങ്ങളുമായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന ഈശ്വരന്മാരെയൊക്കെ നമുക്ക് വിളിച്ചു വരുത്തിയെന്നല്ല, എന്തോ എഴുതി കാണിച്ച എന്താണ് ബാക്കിൽ കൂടെ പോയി കെട്ടിപ്പിടിച്ചെന്നാ. ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഇതിനകത്ത് ഈ ചങ്ങാതി ഈ ലേഡിക്ക് അയച്ച മെസ്സേജുകൾ, ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയ പരിപാടികൾ, ഇവരൊരു മലയാളം ആക്ട്രസ് അല്ല, ഇഫ് മൈ ഇൻഫർമേഷൻസ് ആർ കറക്റ്റ്, മലയാളം ആക്ട്രസ് അല്ല ഈ യുവനടി. അപ്പോൾ എന്താണെങ്കിലും ഇയാളുടെ എതിരെ ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. പ്ലസ് ഇയാളുടെ ഇങ്ങനെ ഒരു ആൻറ്റിസിഡൻസ് ഇയാൾക്ക് ഒരുപാട് 2-3 കേസുകൾ അതിൽ കൂടുതൽ ഹേമ കമ്മിറ്റിയിൽ അന്ന് ഇയാളുടെ കേസുകൾ കേട്ടവർക്ക് മേ ബി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇയാൾ ഒരു വോണറബിൾ സിറ്റുവേഷനിലുള്ള ആളുകളാണ്. ആൾ പെണ്ണ് ട്രാൻസ്ജെൻഡർ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ വളരെ വോണറബിൾ ആയിട്ട് സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് തോന്നുന്നു ഉള്ള സമയത്താണ് ഇയാൾ അപ്രോച്ച് ചെയ്യുക. മനസ്സിലായോ? അത് അപ്രോച്ച് ചെയ്യുന്ന രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ ഒരു മോഡസ് ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇയാളുടെ പ്രീവിയസ് കേസുകളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ബംഗാളി നടിയുടെ ഇൻസിഡന്റ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ ഇവരുടെ വിഷയത്തിൽ ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ICC എന്ന് പറഞ്ഞ സാധനം ഉണ്ട് സിനിമയ്ക്കകത്ത്. ഇവർക്ക് പ്രത്യേകിച്ച് പവർ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവർ അറിയിച്ചിട്ടുണ്ട് ഈ യുവ നടിയുണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസിലേക്കും ഹേമ കമ്മിറ്റിയിലേക്കും SIT-യിലേക്കും അറിയിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് IC എന്ന് പറയുന്നത്. പക്ഷേ അവരത് കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ? ഈ നടി ആദ്യം ഇത് ഇന്റേണൽ കമ്മിറ്റിയിൽ പോയിട്ടുണ്ടോ, അതോ ഇവർ ഡയറക്റ്റ് ആയിട്ട് പോലീസിലേക്ക് പോയതാണോ എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇവിടെ കുറച്ച് കുറവുണ്ട്. IC-യിലേക്ക് പോയിട്ടും ഇവർ ആരും ഇതിൽ തീരുമാനം എടുക്കാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഐറ്റം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കും. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സംഗതി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. പക്ഷേ വന്നതോടുകൂടി അത് ഏത് രീതിയിലാണ് ഇവിടെ സിനിമാ ലോകത്തുള്ള ബാക്കി സോ കോൾഡ് പവർ പൊസിഷനിൽ ഇരിക്കുന്നവർ എല്ലാവരും കൂടി അത് ഹാൻഡിൽ ചെയ്തതും സർക്കാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കേസുകളൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറച്ച് ഇവരെന്ത് ചെയ്തു പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളും അലിഗേഷൻസ് ഇവർ മുക്കിക്കളഞ്ഞു. അതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവർക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ എന്തെങ്കിലുമൊക്കെ പാടില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പൊക്കിയിട്ട് മറ്റേനെ ബാക്കിലോട്ട് മൂടുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടി വന്നു, അതിന്റെ ഒരു പൊട്ടൻഷ്യലിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനത്തെ വിഷയം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വീണ്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കം പേരുള്ള അന്ന് കേസ് വന്നൊരു വ്യക്തിക്കെതിരെ ഇപ്പോൾ റീസെന്റ് ഇയാൾ വീണ്ടും ഒരാൾ മിസ്ബിഹേവ് ചെയ്യുന്നു പറയുമ്പോൾ അത് സിസ്റ്റം ഫെയിലായതല്ലേ? നിങ്ങൾ ആലോചിച്ച് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറഞ്ഞ പ്രെഡേറ്റേഴ്സിന്റെ എല്ലാം വളരെ കൃത്യമായുള്ള കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് ഒരു നിയമ നടപടിയാക്കിയതിനെ പ്രോപ്പറായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു നടിക്ക് ഇതേപോലത്തെ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നോ എന്നൊരു ചോദ്യം നമ്മൾ സമൂഹം ചോദിക്കേണ്ടത്. അവിടേക്കാണ് ഈ ഇങ്ങനത്തെ ആളുകളുടെ പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ നോക്കേണ്ടത്. ഇനി
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് 2 കേസുകളാണ് ഈ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം ഒരു പയ്യം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. ആദ്യം ബംഗാളി നടിയാണ്, അതിനുശേഷം പയ്യം വന്നത്. ആ പയ്യം എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അതും ബംഗാളി നടി വന്ന് പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം ഇതിനകത്തൊരു ഒരുതരം ഇയാളുടെ ഒരു പ്രിഡേറ്റർ മോഡസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നേക്കഡ് ആയിട്ട് കാണണം നിന്റെ. അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിൽ ഒരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് എന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് പിന്നെ താജിലുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകൂടെ ആണല്ലോ, അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയി നിന്നത്. എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതി. അവരുടെ പേര് രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവർ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ച് അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ. ഇവൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇവന്റെ ഒരു എന്താണ് ഇവൻ എന്നുള്ളത് നമ്മൾ നോക്കില്ല. അതെ, അന്നേ കേട്ടതാണ് ഇതൊക്കെ. ഈ കേസ് കൊടുത്ത ചങ്ങാതി അതത്ര ഇവന്റെ അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ടും, പിന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇവൻ എസ്ഐടിക്ക് ആണെങ്കിൽ പോലും തെളിവെടുക്കുന്ന സമയത്ത് തെളിവ് കിട്ടാത്ത രീതിയിലുള്ള കുറെ അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകളിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഇതിനകത്ത് ഈ കേസിന്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷെ ഇവൻ പറഞ്ഞൊരു മോഡസും ഇവനോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്ത രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് ഇതേപോലെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്, ഈവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരുണ്ട്. പക്ഷെ ഇവരാരും ഒന്നും പുറത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ പലതും ഇയാളുടെ പൊളിറ്റിക്കൽ മസിൽ പവർ, മണി പവർ വെച്ച് സെറ്റിലാക്കി വിട്ട ഐറ്റങ്ങളുണ്ട് കുറേ. അപ്പം അതൊന്നും പുറത്ത് വരും എന്നുള്ള ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അടുത്ത നോക്കാം. ഓഫീസർ ലേഡി ഇവർ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡന്റ്, പിന്നെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷൻ ആണ്. ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂര് അദ്ദേഹമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. ആളുടെ പ്രാഥമികമായിട്ടുള്ള ഇന്ററോഗേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം പരിഗണിച്ച് ഇറ്റ് ഇസ് പെൻഡിങ്. ഫർദർ ക്വസ്റ്റ്യൻ പെൻഡിങ്. സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. സഹകരിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്തില്ലെന്നായിരിക്കും പറയുന്നത്. ടീമിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഉള്ളത്. ഇനി ഇതിനകത്തൊരു കർമ്മ എലമെന്റ് കിടക്കുന്നുണ്ട്. ഇയാൾ പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്, പലരോട് റിവെഞ്ച് എടുത്തിട്ടുണ്ട്, പല ആളുകളെയും ഇയാളുടെ പൊളിറ്റിക്കൽ മസിൽ പവർ, അതെ, പൊളിറ്റിക്കൽ മസിൽ പവർ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂസ് നോക്കാം. ഇതാ കർമ്മയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും അതിലൊരു റിയാക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലക്കി പിടിച്ചു നിന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവി കല്ല് നോക്കുക അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിർത്തി വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് ഒന്നും മൈൻഡ് ചെയ്തില്ല.
ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ട് തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ആളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാൻ ഇവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവയ്ക്കുമ്പോൾ അഹങ്കാരം തലക്കി പിടിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ള സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് വളരെ ധാർഷ്ട്യത്തിൽ വളരെ സഹപ്രവർത്തകരോട് ഉപദ്രവിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതും വയസ്സിന് മൂത്ത ആളെ ഒരിക്കലും ചെയ്യരുത്. കോമഡിയൊക്കെ ചെയ്തു വരുന്ന ആളായിരുന്നു അന്ന്. കോമഡി പിന്നെ അതിനേശം ഇല്ല, ഒരു മ്ലാനതയായിട്ട് ഇങ്ങനെ പാവം പോലെ എവിടെ പോയി ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ പറയാ, ഞാൻ എന്ന് പറഞ്ഞ മാഡമ്പി ഇയാളെ സിനിമയിലുള്ള പോലെ ആ രീതിയിലുള്ള പരിപാടികളാണ് ഇയാൾ പൊതുവെ എന്തെങ്കിലും ചെയ്തു വെക്കുന്ന ഐറ്റം. ഓക്കെ, അപ്പൊ ആ ഒരു മാഡമ്പി സ്വഭാവം അതെ, കള്ളക്കേസാണ്. വ്യാജം 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 ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? പിന്നെ അതെ, തകർക്കാൻ എന്റെ കൊട്ടാരമല്ലേ. സോ എന്തായാലും അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. കോടതി വിധി പറയും. പോവാൻ ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണല്ലോ പോവാൻ. വ്യാജം വ്യാജം കേൾക്കണം, വ്യാജമാണ് വ്യാജമാണ് ഈ തെളിയിക്ക്, മനസ്സിലായോ? അല്ലാതെ വ്യാജം എന്ന് പറഞ്ഞിരിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ സർക്കാർ ഇനി നിലനിൽക്കൊന്നും നമുക്കറിയാൻ പാടില്ല. നിലനിന്നാൽ നീ ചിലപ്പോൾ കഴിച്ചില്ലായി പോകും. നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരുപാട് പേര് കാണും. ഇപ്പം തന്നെ നറേറ്റീവ് സിനിമാക്കാർ ഇയാളുടെ ബെൽറ്റിൽ, ഇയാളെ സഹായിക്കാൻ ഇറങ്ങിയവരുടെ ബെൽറ്റിലുള്ളത്. ഈ നടിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് ഇവരെന്തായി, കാരവനിലേക്ക് കയറി ചെന്ന് ഇയാളെ കെട്ടിപ്പിടിച്ചു എന്നാക്കി, മനസ്സിലായോ? അപ്പോൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ വൈരാഗ്യത്തിൽ ഇങ്ങനത്തെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ നടി ഉണ്ടാക്കുകയും ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ഇയാളെ ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കാരവനിൽ കയറി ചെന്ന് കെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഒരു കഥയാണെന്നുള്ള രീതിക്കൊക്കെ ഈ സംഗതി ഇയാളുടെ ടീംസ് വളച്ചൊടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ വളച്ചൊടിച്ചാലും ആപ്സുകളാണോ അത്? ഇയാളെ ലേഡിക്ക് അയച്ചിട്ടുണ്ടാകുന്ന മെസ്സേജുകളൊന്നും അതൊന്നും വെറുതെ ആവില്ലല്ലോ. എന്താണെങ്കിലും കഴിഞ്ഞ 2 കേസുകളെ പോലെ അത്ര ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റുന്ന ഐറ്റമായിട്ട് ഈ കേസ് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയുന്നു, ഇവിടുത്തെ പൊളിറ്റിക്കൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവനെ പോലുള്ള ആളുകൾക്ക് എന്ത് വൃത്തികേട് ചെയ്താലും അതിന് കുടപിടിച്ച് കൊടുക്കാനും അതിന് മറുപടി കൊടുക്കാനും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഇവനൊക്കെ ഇനിയും കുറെ പൈസ ഉണ്ടെങ്കിൽ എന്ത് തണ്ടി തന്നെ ഇവിടെ കാണിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയക്കാരും കൂടെ നിൽക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ നോക്കി മാത്രം വോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഒരു വിരൽ തുമ്പിലാണുള്ളത്. നിങ്ങൾ നോക്കിയും കണ്ട് വോട്ട് ചെയ്യുക. ഇനിയും വളരും, മനസ്സിലായോ? 1 കേസ് 2 കേസ് 3 കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണം പറഞ്ഞു പോകാനല്ലാതെ ഇതിന് ന്യായീകരണമായിട്ടും ഇവനെ വിളപൂശാനായിട്ടൊക്കെ ഈശ്വരന്മാരുടെ ടീംസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ കൂട്ടത്തിൽ കുറേ പേര് കാണുന്നു. ഈ ആക്ടർ വിനായകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പുള്ളൂ. ഇവനെ കുറിച്ച് ചോദിച്ച സമയത്ത് ആക്ടർ വിനായകൻ പറഞ്ഞുള്ള ഒരു ഐറ്റം രഞ്ജിത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം, രഞ്ജിത്ത് പല രീതിയിലും ഈ അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം സംവിധായകൻ വിനയൻ നടത്തിയുണ്ടായി. അതിനെ സാധൂകരിക്കുന്ന വിധം ജൂയംഗമായിട്ടുള്ള നിയമം പുഷ്പരാജിന്റെ അടക്കം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരാനുണ്ടായി. വിനായകൻ എന്താണ് ഇതിനും? ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ തന്നെ തുടച്ചു കളഞ്ഞതാണ്. ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമൻ കണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ. ഇനി ഞാൻ ഇത് പറഞ്ഞ് ഇപ്പൊ ഇതിന് ചോദിച്ചോട് ഞാൻ പറയുന്നത്, ദിനു ആനനെ തൊട്ടിട്ടുണ്ടോ? സത്യം പറ. സത്യമായിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കെടുത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കേ. ഇവന്മാരും എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കേ. അവൻ്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടാവും. അതിന്റെ ഇരട്ടിയല്ലേ ഈ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുകയാണ്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചോളാണ്. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. തീയാവുകയാണ് തീ വിനായകൻ. അതൊക്കെ കറക്റ്റ് കാര്യം, പോയിന്റ് കാര്യം പറയാണ് വിനായകൻ. എന്തായാലും നിങ്ങൾക്ക് ഇത് ഫുള്ള് കാണണമെങ്കിൽ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, പോയി ഇന്ന് കണ്ടു നോക്കുക. തീയാവണം തീ. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പ് ബട്ടൺ ചെയ്യാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. ഒരു ഹൈപ്പ് ഗൈസ്, ഒരേ ഒരു ഹൈപ്പ്. നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് ചെയ്യുക. അപ്പം ഇതിൽ മികച്ച അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് നാളെ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.